നമ്മുടെ സമൂഹത്തിന് ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ പലരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. നമ്മുടെ സമൂഹത്തിന് എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ ഈ ദൂഷ്യവശങ്ങളുടെ പീക്ക് ലെവലാണോ ഇത്? അല്ല ഇനിയും എത്രത്തോളം ദുരന്തങ്ങൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരിച്ചുപോക്ക് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഇത് എങ്ങനെയാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിത്തീർന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു ആദ്യം തന്നെ. നമുക്ക് 2000-ന് ശേഷം അതിഭീകരമായ രീതിയിൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയും അത് മനുഷ്യനിലേക്ക് എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഈ മൊബൈൽ ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ വന്നതോടുകൂടി എന്താണ് സംഭവിച്ചത്? എല്ലാവരും മൊബൈൽ ഫോണിനുള്ളിലേക്ക്, അത് മൊബൈൽ ഫോൺ എല്ലാവരുടെ കൈകളിലും വരികയും അത് സ്മാർട്ട് ഫോണായി മാറുകയും അതിലേക്ക് ഇങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ അതിപ്രസരം ഉണ്ടാകുകയും അത് എല്ലാവർക്കും ആവോളം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാവുകയും ചെയ്തതോടുകൂടി ഈ ലോകം എല്ലാവരുടെ കയ്യിലുമായി. നമുക്ക് ഒരു ഒരു മൊബൈൽ കമ്പനിയുടെ പരസ്യവാചകം തന്നെ ഇങ്ങനെയായിരുന്നു, ലോകം നിങ്ങളുടെ കയ്യിൽ ഒതുക്കുമെന്ന്. ആ ലോകം നമ്മുടെ കയ്യിൽ ഒതുങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? മൊബൈൽ കൈ കിട്ടിയതോടുകൂടി നമ്മളൊരു വാവ് ഫാക്ടർ അന്വേഷിച്ച് നടക്കുകയായിരുന്നു എല്ലാവരും. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം നമ്മളതിൽ സെർച്ച് ചെയ്തു. നമുക്ക് ത്രില്ലടിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മളതിൽ സെർച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ മറ്റെല്ലാം മറന്നു. നമ്മുടെ വീട്ടുകാരെ മറന്നു, നമ്മുടെ നാട്ടുകാരെ മറന്നു, നമ്മുടെ സമൂഹം മറന്നു, നമ്മുടെ മറ്റ് ചിന്തകളില്ലാതായി. ഇതെല്ലാം തന്നെ വലിയ മൂല്യച്യുതിയിലേക്ക് നയിച്ചു. അവനവൻ്റെ കാര്യം മാത്രം എന്നുള്ള നിലയിലേക്ക്. സ്നേഹം മാത്രം കിട്ടി വളർന്ന നമ്മുടെ പുതിയ തലമുറ, അവർ വഴക്ക് കേൾക്കുന്നില്ല, അവരില്ലായ്മ അറിയുന്നില്ല. അവർ ചോദിക്കുന്നതിന് മുമ്പേ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അവർക്ക്. അപ്പോൾ അത്തരം ഒരു തലമുറ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പുറത്തെ സമൂഹമായിട്ട് ഉള്ള പൊരുത്തക്കേടുകൾ തുടങ്ങുകയാണ്. അപ്പോൾ അതാണ്, ആ പൊരുത്തക്കേടുകളാണ് അവരെ വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നത്. അവർക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. കാരണം ഈ മൊബൈൽ ഗെയിമിങ്ങും അതിൻ്റെ വാവ് ഫാക്ടറൊക്കെ ഒരു ഘട്ടത്തിൽ കഴിയും. അത് കഴിഞ്ഞ് ഇവൻ പുറത്തിറങ്ങാനുള്ളവനാണ്. ഈ പുറത്തിറങ്ങുകയും ഇതിനോട് പൊരുത്തപ്പെടാതിരിക്കാൻ കഴിയുകയും ആവുകയും ചെയ്യുന്ന ആ ഘട്ടത്തിലാണ് സംഘർഷം തുടങ്ങുന്നത്. അതിനർത്ഥം മൊബൈൽ മാത്രമല്ല ഇതിന് ഉത്തരവാദി. അതിനോടനുബന്ധിച്ച് തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും ഇതുപോലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് വാവ് ഫാക്ടർ ഉണ്ടാക്കുന്ന സിനിമകൾ ഒരുപാട് ഇറങ്ങാൻ തുടങ്ങി. രാഷ്ട്രീയക്കാർ ഈ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ എന്നവണ്ണം അവരുടെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഒരു വാവ് ഫാക്ടർ കൊണ്ടുവരാൻ തുടങ്ങി. ഈ വാർത്താ ചാനലുകൾ അത്തരത്തിലേക്ക് മാറി. അപ്പോൾ ഇതെല്ലാം തന്നെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണകൂടം, നമ്മുടെ വിദ്യാഭ്യാസ രീതി, ഇതെല്ലാം ഒരു കാരണങ്ങളാണ്. നമ്മുടെ വിദ്യാഭ്യാസ രീതി മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല, പരസ്പരം ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നില്ല. അവനെന്താണ് പഠിപ്പിക്കുന്നത്? പരീക്ഷയ്ക്ക് എത്ര മാർക്ക് നേടാമെന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് പഠിപ്പിക്കുന്നത്. അത് ഒരു യന്ത്രവൽകൃത സമൂഹത്തിന് വേണ്ട വർക്ക് മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ. അല്ലാണ്ട് മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള അവൻ്റെ വികാസത്തിന് വേണ്ട ഒരു കാര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിൽ എല്ലാ ഘടകങ്ങളും മാറിയിട്ടുണ്ട്. അതിന് പരസ്പരം ആരും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഉത്തരവാദികളാണ്. അപ്പോൾ സിനിമാക്കാർ മീഡിയക്കാരെ പറയുന്നു, മീഡിയക്കാർ സിനിമാക്കാരെ പറയുന്നു, രാഷ്ട്രീയക്കാരെ പറയുന്നു, ഭരണകൂടത്തെ പറയുന്നു, മാധ്യമങ്ങളെ പറയുന്നു. ഇതൊന്നും ഒരു സൊല്യൂഷനും കൊണ്ടെത്തിക്കുന്നില്ല. ഇത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കാനല്ലാതെ സൊല്യൂഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഇനി സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ റോളുകളിലേക്ക് മടങ്ങിപ്പോവുക. അച്ഛനായിരിക്കുക, അമ്മ ആയിരിക്കുക. അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇനിയിപ്പോൾ ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം മക്കളുടെ കൈ കൊണ്ട് മരിക്കാനാണ് വിധിയെങ്കിൽ അവരങ്ങനെ പോട്ടെ. അല്ലാത്തവർ അതിപ്പോൾ തന്നെ പരീക്ഷ അറിയാൻ പറ്റും. അവർ ഇപ്പോൾ വല്ല വീഡിയോ ഗെയിമോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയാൽ അതിൻ്റെ റിയാക്ഷൻ അപ്പോൾ കിട്ടും. അപ്പോൾ ഒരു വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ അവൻ്റെ കയ്യിൽ തോക്കാണെങ്കിൽ അവൻ തീർച്ചയായും വെടിവെച്ച് കൊന്നിരിക്കും. അപ്പോൾ അത്തരം കുട്ടികളെ നമ്മളിപ്പോൾ തന്നെ തിരിച്ചറിയാം. അവർക്ക് വേണ്ട കൗൺസിലിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചൂരൽ കഷായോ അങ്ങനെയുള്ള പരിപാടികളാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ നൊമ്പരങ്ങളും വേദനകളും അന്യൻ്റെ ദുഃഖങ്ങളും അന്യനെക്കുറിച്ചുള്ള ബഹുമാനങ്ങളും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാത്തതും അയൽപ്പക്കക്കാരെ അറിയുന്നില്ല. പോട്ടെ വീട്ടിൽ ആരെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ മൊബൈലിൽ നിന്ന് തലയെടുത്ത് നോക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ബൂമറാണ്, പഴഞ്ചൻ തലമുറയാണ്, അപ്പൂപ്പന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛിച്ച് കളയുന്ന തലമുറയും കൂടിയാണിത്. അപ്പോൾ മുതിർന്നവരുടെ വാക്ക് കേൾക്കാൻ സമയമില്ലാത്ത ഈ തലമുറ ഈ അനുഭവിക്കുന്നതിനൊക്കെ തീർത്തും അർഹരാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ കിടന്ന് പുലമ്പിക്കൊണ്ടിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ അവർക്കിതിനെക്കുറിച്ച് അവർക്കിപ്പോഴും ഈ തലതല്ലി തകർത്തതും മുഖം വികൃതമാക്കിയതും എല്ലാം അവർക്കൊരു വാവ് ഫാക്ടറാണ്. അവൻ എത്ര വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക. ഈ മാർക്കോ സിനിമ ഇറങ്ങിയപ്പോഴും ഈ സിലിണ്ടർ കൊണ്ട് ഒരു തല ചലിച്ച് വെച്ചപ്പോഴും ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുത്ത് കൊന്നപ്പോഴും അവൻ ഇത് 100 കോടി ക്ലബ്ബിലും 150 കോടി ക്ലബ്ബിലും എത്തിച്ചത് അവനത് വാവ് ഫാക്ടർ കിട്ടിയതുകൊണ്ടാണ്. എത്ര വെറൈറ്റി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മാർക്കോ 2 കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് അതിലെന്ത് വെറൈറ്റി ആണെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പണികളിലേക്ക് ഇനി നമ്മുടെ ആൾക്കാർക്ക് കിടക്കാൻ. അപ്പോൾ അത്തരത്തിലേക്ക് പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതോടുകൂടി ചെറിയ അളവിലെങ്കിലും മാറ്റം വരുത്താൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം.